ഹായ് ഹലോ, ഞാൻ ദിൽകുഷ് കൊല്ലം. ഹായ് ഗായ്സ്, ഇന്നിപ്പം ഞാനിവിടെ റിഗിലാണുള്ളത്. നമ്മുടെ റിഗ് മൂവ് ആവാൻ തയ്യാറായിട്ട് കിടക്കുകയാണ്. അപ്പം മാസ്റ്റ് ഡൗൺ ആയിട്ട് റിഗ് മൂവ് ആവാൻ കിടക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റിഗ്. ഈ റിഗ് ഇപ്പം മാസ്റ്റ് ഡൗൺ ചെയ്ത് കണ്ടീഷനിലാണുള്ളത്. അതെ, നമ്മുടെ ഡെറിക് ബോർഡെല്ലാം മേളിലുണ്ട്. ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഈ മാസ്റ്റ് 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ റിഗ് മൂവ് ഉണ്ടാവും. ഓക്കെ, അപ്പം റിഗിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. ഇത് കയറി നമ്മളിപ്പം ഫസ്റ്റ് എത്തുന്നത് കരിയറിലാണ്. നമ്മുടെ റിഗ് എന്ന് പറയുന്നത് ഇത് ഡ്രില്ലിംഗ് റിഗ് അല്ല, ഇത് വർക്ക് ഓവർ റിഗാണ്. ഇതാണ് നമ്മുടെ ഡ്രോ ബോക്സ്. ഇത് ഡ്രോ ബോക്സ് ആണ്. ഇവിടെ നമ്മുടെ ജനറേറ്റർ ഓൺ ആയതുകൊണ്ടാണ് ഇത്രയും സൗണ്ട്. ഇല്ലായിരുന്നെ കുറച്ച് ക്ലിയർ ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, നമ്മളിതാ മേളിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റിഗ് ഫ്ലോർ. കണ്ടില്ലേ? ഇവിടെ ഇപ്പം നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്ന ഒരു പബ് ജോയിൻറ്റിൻ്റെ പൈപ്പാണ്. അത് റിഗ് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും അടുത്ത വെല്ലിലോട്ട് ചെല്ലുമ്പോൾ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഒരു പബ് ജോയിൻ്റ് ഇറക്കിയിട്ടേക്കും. ഇത് നമ്മുടെ മാസ്റ്റ് ഡൗൺ ആയിട്ടുള്ള കണ്ടീഷനിലാണ്. ട്രാവലിംഗ് ബ്ലോക്കാണ് ആ മഞ്ഞ കളറ്. അത് അവിടെ റെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഉയർത്തി കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാസ്റ്റ് മേളിലോട്ട് പൊങ്ങി വരും. അപ്പോഴാണ് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് അറിയാൻ പറ്റുന്നത്. ഇത് നമ്മുടെ ഡ്രില്ലിംഗ് റൂമാണ്. ഡ്രില്ലർ ഇരിക്കുന്നത് ഇവിടെയാണ്. ഡ്രില്ലർ കൺസോൾ എന്നൊക്കെ പറയാം. അപ്പം കണ്ടില്ലേ, ഇതാണ് ഡ്രില്ലിംഗ് റൂം. ഇത് നമ്മളെ കൺട്രോളിങ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ്. ഡ്രില്ലർ ഇവിടെ ഇരുന്നാണ് നമ്മളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും വ്യൂസ് എല്ലാം കാണാം. തൊട്ടപ്പുറത്തുള്ള വൈറ്റ് കളറിലെ ഒരു കണ്ടെയ്നർ കണ്ട, അതാണ് ഡോഗ് ഹൗസ് എന്ന് പറയും. അതാണ് നമ്മുടെ ഏരിയ. അതായത് ഫ്ലോർമാൻമാർ ടൂൾസ് വയ്ക്കുന്നതും അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയ ആണ്. ഇപ്പോൾ റിഗ് മൂവ് ആയതുകൊണ്ട് ഇത് ഫുള്ള് സാധനമാണ്. ബെൽറ്റുണ്ട്, AC. ഇത് നമ്മളെ കൺട്രോൾ സിസ്റ്റമാണ്. ലൈറ്റിൻ്റെ മറ്റ് സ്വിച്ചുകളാണ്. ഇനി ഇതാണ് സ്റ്റാൻഡ് പൈപ്പ് മാനിഫോൾഡ് എന്ന് പറയും. ഇതിനകത്താണ് എല്ലാ വാൽവും കാര്യങ്ങളും മഡ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ വാൽവുകൾ കൺട്രോൾ ചെയ്താണ് നമ്മൾ വെല്ലിലേക്ക് മഡ് പമ്പ് ചെയ്യുന്നത്. ഇനി ഈ ഇരിക്കുന്നൊരു ബോക്സ് ഉണ്ട്, SML SWL 150 kg എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ആൾക്കാരെ തൂക്കി മേളിലോട്ട് എത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് മാൻ റൈഡർ എന്ന് പറയും. ഓക്കെ, മാൻ റൈഡറാണത്. പിന്നെ ഇത് വന്ന് കൂമി യൂണിറ്റിൻ്റെ ഒരു പാർട്സാണ്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരു സെക്കൻഡ്. ഇത് കൂമി യൂണിറ്റിൻ്റെ പാർട്സാണ്. ഇതൊന്നും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ഐറ്റംസേ അല്ല. പിന്നെ വരുന്നത് ടോങ്. ഇത് എലിവേറ്റർ. ഇത് വന്ന് സ്ലിപ്പാണ്. ഇത് അടുത്തൊരു ടോങ്ങാണ്. ഇത് ട്യൂബിംഗ് ടോങ് എന്ന് പറയും. ഇത് സ്പിന്നർ. ഇത് ഡ്രിൽ പൈപ്പ് ഊരാനും ചെറിയ രീതിയിൽ ടൈറ്റ് ചെയ്യാനും മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇതാണ് നമ്മുടെ മെയിൻ സാധനം, പവർ ടോങ് എന്ന് പറയും. ഇത് വെച്ചാണ് ഡ്രിൽ പൈപ്പും മറ്റു കാര്യങ്ങളെല്ലാം ടൈറ്റ് ചെയ്യുന്നത്, ഊരുന്നത്. പിന്നെ കൊച്ചു സ്ലിപ്പുകൾ, ഡ്രിൽ കോളർ സ്ലിപ്പ് എന്ന് പറയും ഇതിനെ. ഇത് വലിയ 7 ഇഞ്ച് സ്ലിപ്പാണ്. ഇതാണ് ശരിക്കുള്ള നമ്മുടെ എലിവേറ്റർ, ഡ്രിൽ പൈപ്പിൻ്റെ എലിവേറ്ററാണിത്. പിന്നെ ഇതൊക്കെ ഫ്രണ്ട് ഡോർ എലിവേറ്റർ എന്ന് പറയും. ഇത് മാസ്റ്റിനകത്ത് ഇടുന്ന ലിങ്ക്സ് ആണ്. ഇപ്പം റിഗ് മൂവ് ആയതുകൊണ്ട് എല്ലാം അഴിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന പാർട്സ് കണ്ടോ, ഇവിടെ വന്നാണ് നമ്മുടെ മാസ്റ്റ് ജോയിൻ്റ് ആവുന്നത്. അപ്പോൾ ഈ പിന്ന് ഊരിയിട്ട് അതിൽ കയറ്റിയിടും. ഈ മാസ്റ്റ് പൊങ്ങി വരും. അത്
ഹൈഡ്രോളിക്കാണ്. ഹൈഡ്രോളിക് വഴി അത് പൊങ്ങി നിവർന്ന് വരും. നമ്മുടെ ടോങ്ങാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഹെവി ആയിട്ടുള്ള ടോങ് അല്ല ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. 35 HT35 ടോങ്ങാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിഗ് ഫ്ലോറിലെ കാഴ്ചകളാണ്. ശരിക്കും പെട്ടെന്ന് എടുത്ത് തീർക്കണം, അതുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള വ്യൂവിൽ നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരാം. അങ്ങേ അറ്റത്ത് കാണുന്ന ആ SD 216 എന്നുള്ള 3 ടാങ്ക് കണ്ട, അതാണ് നമ്മുടെ ഇവിടുത്തെ വാട്ടർ ടാങ്ക്. ബാക്കി ഇരിക്കുന്നതൊക്കെ മഡ് സിസ്റ്റമാണ്, മഡ് ടാങ്ക്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കറണ്ട് മൊത്തം തരാൻ ഉപയോഗിക്കുന്ന ജനറേറ്റർ, DG റൂം എന്ന് പറയും. തൊട്ടപ്പുറത്ത് ഒരു നീല കളറി അങ്ങ് ദൂരെ കാണുന്നതുണ്ടാവും, അതാണ് മഡ് പമ്പ്. ഇതിപ്പോൾ ശരിക്കും നമ്മളുള്ളത് കുവൈറ്റിലാണ്. കുവൈറ്റിലെ റിഗാണ്, നമ്മളെ റിഗാണ്. ഈ കാണുന്ന താഴത്ത് കാണുന്നതാണ് ശരിക്കും വെല്ല്. ആ നീല കളറിൽ T ഷേപ്പിൽ ഇരിക്കുന്ന കുറച്ച് വാൽവുകൾ കണ്ടോ, ഞാൻ അടുത്ത് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് വെല്ല്. ഓക്കെ, ഇത് പാഡ് വെല്ലാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മൊത്തം 4 വെല്ലുണ്ട്. ഓക്കെ, അപ്പം പിന്നെ എപ്പോഴെങ്കിലും ഞാനിത് മാസ്റ്റ് ഉയർത്തിയതിന് ശേഷമുള്ളൊരു വീഡിയോ എടുക്കാം. മാസ്റ്റ് ഉയർത്തി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പാടാണ്, വർക്കായിരിക്കും, നമുക്കൊന്നിനും ടൈം കിട്ടാറില്ല. എങ്കിലും ഞാൻ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പം നിങ്ങൾക്കൊക്കെ എനിക്ക് വീഡിയോ ഒന്നും നേരെ എടുക്കാനൊന്നും അറിയില്ല. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ പറഞ്ഞു തരികയാണ്. എന്തെങ്കിലും അല്ല, മൊത്തം മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം എല്ലാം നിങ്ങൾ കമൻ്റായിട്ട് പറയാം. ഓക്കെ, അപ്പം ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റിഗ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാം ഒന്നും എനിക്കറിയില്ല, ഞാൻ എൻ്റെ സീനിയേഴ്സുമായിട്ട് ചോദിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.